Good afternoon, all. Good afternoon, ma'am. Good afternoon, all. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് സൊസൈറ്റി ഓഫ് പൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തല്ലേ? മാം പ്രേയറും സൈനിനും ഓക്കെ ഓക്കെ. പ്രയർ പറഞ്ഞോ കേട്ടോ. പ്രയർ പറയട്ടെ മാം. ഹരണദീപ്തി. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാവിനാമം ഇന്നു വാഴ്ത്തിടാം. നമ്മൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാവിനാമം ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു മാം. സൈനിന് ഞാനാണ്. ഞാനൊരു കവിത പാടാം. ഞാനാണ് സൈനിനെന്ന് ആലോചിച്ചത്. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്നു ക്ഷണഭംഗികൾ. മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമഗന ഭംഗികൾ. തിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം. താങ്ക് യു. വാട്സപ്പിലെ ഞാനാണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട, അവരെ വെട്ടിയേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ 2 അടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. APJ അബ്ദുൽ കലാം. Okay, welcome all class. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സൊസൈറ്റി ഓഫ് പൊല്യൂഷൻ ആണ് എടുത്തത് അല്ലെ? ഹാർമണി വരെയാണോ പറഞ്ഞു നിർത്തിയത്? ഓർമ്മയുണ്ടോ? അല്ലെ, ഹാർമണി വരെയല്ലേ പറഞ്ഞു നിർത്തിയിട്ട്? അതെ മാം, ഹാർമണി പറഞ്ഞു കഴിഞ്ഞു. പേജ് നമ്പർ 119 കേട്ടോ.
ഹാർമണി വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കുട്ടികൾക്ക് നമ്മളെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഈ കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. When there is such cohesion, the following can be preserved of children. നമ്മൾ താഴെ പറയുന്ന ക്വാളിറ്റീസ് നമ്മുടെ കുട്ടികളിൽ കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ ഈസ് കോപ്പറേഷൻ ആണ്. When the activity necessitates it, the children voluntarily work in a group. അപ്പോൾ ഈ ആക്ടിവിറ്റി നമ്മൾ മോണ്ടിസോറി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ തമ്മിൽ പരസ്പരം എന്തുണ്ടാവും, ഒരു കോപ്പറേഷനും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യും. ആൻഡ് ദ കോപ്പറേറ്റ്സ് വെൻ ദേ നീഡ്സ് ടു, അവർ തമ്മിൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് ഇസ് ദ ഔട്ട്കം ഓഫ് ഫ്രീ ലൈഫ് ആൻഡ് ഫ്രീ ആക്ടിവിറ്റി. ഇത് എന്തിന്റെ ഔട്ട്കം ആണ്? ഫ്രീ ലൈഫിന്റെയും ഫ്രീ ആക്ടിവിറ്റിയുടെയും ഔട്ട്കം ആണ്. ഞാൻ പറഞ്ഞില്ലല്ലോ? ഇല്ല മാം. ഈ പറഞ്ഞ പോലെ ഓർമ്മ ചോദിച്ചാണ്. അപ്പോ കുട്ടികൾ തമ്മിൽ ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അത് തമ്മിൽ നല്ലൊരു കോപ്പറേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു ഫ്രണ്ട്ലി ബിഹേവിയറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ഞാൻ പറഞ്ഞു റെസിപ്രോക്കൽ ഹെൽപ്പ്, റെസ്പെക്ട് ദ റൈറ്റ്സ് ഓഫ് ദ അതേഴ്സ്, മറ്റുള്ളവരുടെ മ്യൂച്വൽ ഹെൽപ്പ്, ഹാർമണി ഒക്കെ ഈ കുട്ടികളിൽ വരാനായിട്ട് കാരണമാകുന്നത്. ഇനി ഡിസിപ്ലിൻ ആണ്. നെക്സ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. കുട്ടികൾ നല്ല നോർമലൈസ്ഡ് ആയ ശേഷം നല്ല ഡിസിപ്ലിൻ നമുക്ക് വേണ്ടി കാണാൻ പറ്റും. നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രത്യേകതയാണ്, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ എഴുന്നേക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, അങ്ങനെ ഒന്നും പറയുന്നില്ല. മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ ഫുൾ ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂംസ് വരാന്തയും ഗാർഡനും ഒക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. കുട്ടി ബോറടിക്കുമ്പോ സമയത്താണെങ്കിൽ അവർക്ക് നടന്ന് തനിയെ വരാന്തയിൽ പോയിരിക്കാനും അല്ലെങ്കിൽ ഗാർഡനിൽ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാനും ഉള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു നോർമൽ സ്കൂളിലാണെങ്കിൽ ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ആണ്. അവർ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കണം അല്ലെ, അവർ റിക്വസ്റ്റ് ചെയ്യണം. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജസ്റ്റ് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റുള്ളൂ. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഒബീഡിയൻസ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഫോഴ്സ്ഡ് ഒബീഡിയൻസ് അല്ല, ബട്ട് എ സോഷ്യൽ ഡിസിപ്ലിൻ whereby everyone selects his work. ഇവിടെ നമ്മളൊരു സോഷ്യൽ ഡിസിപ്ലിൻ ആണ് നമ്മളിവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ബട്ട് ഓൾ വർക്ക് ഇൻ യൂണിസൺ. പല കാര്യങ്ങളായിരിക്കും ഓരോ കുട്ടികൾ ചെയ്യുന്നത്, പല പല ആക്ടിവിറ്റി. ഒരാൾ ഗ്രൗണ്ട് സ്റ്റെയർ ആയിരിക്കും ചെയ്യുന്നത്, ഒരാൾ പിങ്ക് ടവർ ആയിരിക്കും, ഒരാൾ ബണ്ടിൽ ഫ്രെയിംസ് ആണ്, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും ഒരു ഒത്തൊരുമയോട് കൂടി കെട്ടുറപ്പോട് കൂടി വർക്ക് ചെയ്യാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ്, ആ ഒരു പേഷ്യൻസ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ചിലപ്പോ ഒന്നിൽ കൂടുതൽ സെറ്റ് ഉണ്ടാവണമെന്നില്ല. ഒരു മോണ്ടിസോറി സ്കൂള് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമില് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എനിക്ക് ആ മെറ്റീരിയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി അത് കംപ്ലീറ്റ് ചെയ്ത് അത് അതിന്റെ പ്ലേസിൽ റീപ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു മെറ്റീരിയൽ കളക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അത്രയും നേരം നല്ല ക്ഷമയോടെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്, നല്ല പേഷ്യൻസ് എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ത്രൂ എക്സസൈസിങ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, ദ ചിൽഡ്രൻ ലേൺ ടു വർക്ക് ഇൻ എ ഓർഡർലി മാനർ. അപ്പൊ കുട്ടികള് പേഷ്യൻസും കാര്യങ്ങളും എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ, അതേപോലെ മറ്റുള്ളവരുടെ റൈറ്റ്സ്, എനിക്ക് മാത്രമല്ല വർക്ക് ചെയ്യാനായിട്ട് റൈറ്റ്സ് ഉള്ളത്, എന്റെ ഫ്രണ്ടിനും അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർക്കും ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മുതൽ അവരെന്തായി നോർമൽ ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറി. ദ ചൈൽഡ് ലേൺ ടു വർക്ക് ഇൻ എൻ ഓർഡർലി മാനർ, ഒരു ഓർഡർലി മാനർ. അതേപോലെ പീസ്ഫുൾ ടുഗദർ ആൻഡ് ഗെറ്റിംഗ് ഹാർമോണസ് ഡിസിപ്ലിൻ, നല്ല ഐക്യത്തോടു കൂടി നല്ലൊരു ഒത്തൊരുമ, ഒരു ഡിസിപ്ലിൻ നമുക്ക് ആ കുട്ടികളിൽ കാണാനായിട്ട് പറ്റും. നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും ഈ കുട്ടികളെ വളർന്നു വരുന്നത്. ഈ സോഷ്യൽ സെന്റിമെന്റ്സ് ആണ് പറയുന്നത്. നിങ്ങൾ റിലേ പോലുള്ള ഗെയിം കളിച്ചിട്ടുണ്ടോ? റിലേ, കബഡി പോലുള്ള ഗെയിം കളിച്ചിട്ടുണ്ടോ? എനിക്ക് അറിയോ, കണ്ടിട്ടുണ്ടോ? റിലേ കണ്ടിട്ടുണ്ടോ? ഈ 4 പേരാണ് റിലേയിൽ എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. 4 പേരും ഒരുപോലെ മനസ്സിൽ വെച്ചാൽ മാത്രമാണ് ആ ഒരു ഗെയിം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അവർ തമ്മിലൊരു കെട്ടുറപ്പുണ്ട്, ഒരു സോഷ്യൽ സെന്റിമെന്റ്സ് ഉണ്ട്.
സെൻസ് ഓഫ് യൂണിറ്റി, നമ്മൾ ഒന്നാണെന്നുള്ള ഫീലിംഗിലേക്ക് വന്നാൽ മാത്രമാണ് അവർക്ക് ആ ഗെയിം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് വരാനില്ല, അല്ലാതെ ഗെയിം സക്സീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത് തന്നെയാണ് നമ്മളുടെ കുട്ടികളുടെ പ്രത്യേകത. ഇവര് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ അവർ തമ്മിലൊരു യൂണിറ്റി, സെൻസ് ഓഫ് യൂണിറ്റി, നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു യൂണിറ്റി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു യൂണിറ്റിയുടെ ബേസിലായിരിക്കും പിന്നീടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളും. സോഷ്യൽ സെന്റിമെന്റ്സ് happens when the child is proud and happy to belongs to his group. സോഷ്യൽ സെന്റിമെന്റ്സ് എപ്പോഴാണ് ഹാപ്പൻ ചെയ്യുന്നത്? ഒരു ചിൽഡ്രൻ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആകുമ്പോൾ അവന് ഹാപ്പിയാണ്, അവന് അവിടെ അംഗീകാരപ്പെടുന്നു, അവന്റെ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പില് അല്ലെങ്കിൽ വേണ്ട ക്ലാസ് റൂമിൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ? അപ്പൊ നമുക്കൊരു അംഗീകാരം കിട്ടണം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. ഞാൻ പറയുന്നത് എന്റെ മറ്റുള്ള ഗ്രൂപ്പ് മേറ്റ്സുകൾ എന്ത് ചെയ്തു, അംഗീകരിച്ചു. അതല്ല തമാശയാണ്, ജസ്റ്റ് ലീവ് ചെയ്യുകയാണെങ്കിലോ അത് അതിനെ ബാഡ് ആയിട്ടായിരിക്കും എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി കൺസിഡർ ചെയ്യണം. There is a sense of unity as the children is not only proud of his work. ആ കുട്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തോ എന്ന് മാത്രമല്ല നമ്മൾ അവിടെ കാണുന്നത്, നമ്മുടെ ഗ്രൂപ്പ് അത് അച്ചീവ് ചെയ്തോ എന്നുള്ളതാണ്. ഇപ്പൊ കലോത്സവമൊക്കെ പല സ്ഥലത്തും കലോത്സവവും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? നമുക്ക് ഞാൻ ചെറുപ്പത്തിൽ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ എനിക്ക് ഞങ്ങളുടെ ടീമിന് ഫസ്റ്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ് ഞങ്ങളുടെ സ്കൂൾ ഓവറോൾ റണ്ണറപ്പായി മാറിയ സമയം. ഫസ്റ്റ് ഞങ്ങളുടെ സ്കൂൾ വന്നത് ഉപജില്ലയിൽ ഫസ്റ്റ് ഞങ്ങളുടെ സ്കൂളിന് അത്രയും പോയിന്റ്സ് കിട്ടി. ആ അവർ ഫസ്റ്റിന് ട്രോഫി കിട്ടൂലേ, ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടിയ മൊമെന്റ്. കാരണം എന്നുവെച്ചാൽ നമ്മളുടെ ആ ഒരു വർക്ക് മാത്രമല്ല നമ്മൾ പ്രൗഡ്, നമ്മുടെ ഗ്രൂപ്പ് ഓവറോൾ അച്ചീവ്മെന്റ്സിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നു. ഗ്രൂപ്പ് ഓവറോൾ സ്കൂൾ നേടുമ്പോഴായിരിക്കും നമുക്ക് അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല? മനസ്സിലായോ? എനിക്ക് എന്റെ വർക്കിൽ മാത്രമല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എന്റെ ഗ്രൂപ്പും അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഒരു സോഷ്യൽ സെന്റിമെന്റ്സ്. ഞാൻ മാത്രം നേടിയെടുത്താൽ മതി എന്നുള്ള ചിന്തയല്ല അവിടെ വരുന്നത്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ എന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സും അത് അച്ചീവ് ചെയ്യണം എന്നാണ് മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഒബീഡിയൻസ് ആണ്. നമ്മളിവിടെ ഫോഴ്സ്ഡ് ഒബീഡിയൻസ് ആണ് കൊടുക്കുന്നത് കുട്ടികളുടെ. ഫോഴ്സ് നിർബന്ധിച്ച് നിങ്ങള് ഫോഴ്സ്ഡ് ആണോ? നിർബന്ധിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണോ? അല്ല, അത് ഓട്ടോമാറ്റിക്കലി ഒബീഡിയൻസ് കുട്ടികളിൽ വരാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം, നമ്മൾ കുട്ടികളോട് പെരുമാറുന്ന രീതിയിലൂടെ എന്താണ് ഓട്ടോമാറ്റിക്കലി ഒരു ഒബീഡിയൻസ് വരാണ്. ചിൽഡ്രൻസ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം ആർ ഹാപ്പി, ഹാർമണസ് ആൻഡ് പീസ്ഫുൾ. നല്ല സന്തോഷമായിരിക്കും, നല്ല ഐക്യം ഉണ്ടാവും, നല്ലൊരു കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വിത്ത് themselves. They are able to take instruction from their teachers. അവരുടെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ദിസ് ഈസ് നോട്ട് എ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ഓർ ഒബീഡിയൻസ്. നമ്മളിവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോഴ്സ്ഡ് ആയിട്ട് ഡിസിപ്ലിനോ ഒബീഡിയൻസോ അല്ല ഫോളോ ചെയ്യുന്നത്. ബട്ട് മോർ ദാൻ ദാറ്റ് ഇന്നർ ഡിസിപ്ലിൻ. ഇത് നമ്മൾ കുട്ടികളെ കാണുന്ന ഒരു ഇന്നർ ഡിസിപ്ലിൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആസ് ദ റിസൾട്ട് ഓഫ് inner growth and the child are proud of being able to help their classmate. എന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഞാൻ മാത്രം ചെയ്താൽ പോലെ എന്റെ ഫ്രണ്ടും കൂടി അത് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റും കൂടി കറക്റ്റ് ആയിട്ട് ചെയ്യണം. അവൻ ചെയ്യുമ്പോൾ അത് എന്റെ ഒരു സന്തോഷമാണ്, ഞാൻ നേടിയെടുത്തു എന്നുള്ള ഹാപ്പിനെസ് കാര്യങ്ങളും കൂടി വരും. അപ്പൊ ഇതൊരു ഇന്നർ ഡിസിപ്ലിൻ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അല്ലേ? മെറ്റീരിയൽസിന്റെ കാര്യങ്ങളിൽ വർക്കും കാര്യങ്ങളൊക്കെ ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് കുറച്ച് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സ്വയമേ ആണ് ചോദിച്ചത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഡിസൈനിങ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വയമേ ചോദിച്ചത് മനസ്സിലാക്കാണ്. ദാറ്റ്സ് ഇന്നർ ഡിസിപ്ലിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ഇന്നർ ഗ്രോത്തിന്റെ ഭാഗമാണ്, റിസൾട്ട് ഓഫ് ഇന്നർ ഗ്രോത്ത്. നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കംപ്ലീറ്റ് ആക്കണം, നിർബന്ധമായിട്ട് അത് കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഒബീഡിയൻസോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നു ഞങ്ങളുടെ വർക്കാണ്,
ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല ഫോളോ ചെയ്യുന്നത്. നമ്മള് കുട്ടികൾക്ക് ഫ്രീഡവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ എന്തായാലും മാറാണ്, ഡിസിപ്ലിൻഡ് ആയിട്ട് ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, ടീച്ചിങ് പ്രാക്ടിക്കൽ സെഷന് ആരൊക്കെ വരുന്നുണ്ട്? നിത്യ, മൃദുല, ദീപ്തി, നിഹാൽ, ലക്ഷ്മി, എല്ലാവരും ഉണ്ടോ? എത്ര സ്റ്റുഡൻസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അറിയോ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറിയില്ല മാം, അതറിയില്ല മാം. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ വരുന്നത് നമുക്ക് പറ്റുകയാണെങ്കിൽ കാണാം. ഏത് ടീച്ചറിനാണ് എന്ന് പറയുന്നില്ല, ഞാൻ വരാൻ ശ്രമിക്കും. ഇത് നോക്കട്ടെ. അപ്പോ ഇന്ന് നമ്മൾ പറയുന്നത് ക്യാരക്ടർ ആണ്. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല ഫ്രീഡം, അവർക്ക് നല്ല ഫ്രീഡം ഉണ്ടാവും, നല്ല കോൺഫിഡന്റ് ആയിരിക്കും. കാരണം ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് നല്ല കോൺഫിഡന്റ് ആയിരിക്കും, നല്ല അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. When the children have the apt environment and condition, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കണ്ടീഷൻ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ they are able to involve their character. അവർക്ക് അവരുടെ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. A person of character free, confident and resolved. എന്നുവെച്ചാല് നല്ല ഫ്രീ ആയിട്ടുള്ള ക്യാരക്ടർ, കോൺഫിഡന്റ് ആയിരിക്കും, എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് തീരുമാനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. The formation of these qualities came from the experience and exercise. It cannot be taught. ഈ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുന്ന എങ്ങനെയാണ്? അവർ മോണ്ടിസോറി എൻവയോൺമെന്റിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, അവർ എക്സസൈസ് ചെയ്ത കാര്യങ്ങളിലൂടെയാണ് കുട്ടികൾ അവരുടെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത്. Therefore, the children must get an opportunity to exercise these to form character. അപ്പോ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. അവരുടെ എൻവയോൺമെന്റും കാര്യങ്ങളും മനസ്സിലാക്കാനും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും കിട്ടണം. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ക്യാരക്ടർ ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. They must learn to take theirs. അവർക്ക് എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ഡിസിഷൻസ് എടുക്കണം എന്നൊക്കെ സ്വയമേ പ്രാപ്തരാകും. On decisions, and when they decide and select for themselves, they develop these qualities. അവർ സ്വയമേ ജസ്റ്റ് നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ്, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കുട്ടികളോട് കൊടുക്കുന്നത്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ അങ്ങനെയല്ലേ, ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനും അത് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഏത് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നതിലൂടെ അവർ ഭയങ്കര കോൺഫിഡന്റ് ആവും. കാരണം അവർക്ക് സ്വയമേ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് നല്ല ഫ്രീഡം ഉണ്ട്. കാരണം ഏത് കാര്യം എടുക്കണം എന്നുള്ള ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവരുടെ ഈ ഒരു ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇത് തന്നെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ ജസ്റ്റ് ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കും, മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് വിചാരിക്കും നമ്മൾ. പക്ഷെ അങ്ങനെയല്ല, പിന്നീടായാലും ഭാവിയിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഡിസിഷൻസും കാര്യങ്ങളും കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ സ്വയമേ എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിസിഷൻസും കാര്യങ്ങളും നമ്മൾ ചെറുപ്പത്തിലെ അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ഡിസിഷൻസും കാര്യങ്ങളും എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് മോണ്ടിസോറി എൻവയോൺമെന്റൽ സൊസൈറ്റി ഓഫ് കുഡീഷനിൽ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നല്ല കെട്ടുറപ്പുള്ള കുട്ടികളിൽ കാണുന്ന ക്വാളിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. നല്ല കോപ്പറേഷൻ ഉണ്ടാവും, അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും, അവർ തമ്മിൽ പരസ്പരം ഒരു സോഷ്യൽ സെന്റിമെന്റ്സ്, ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഉണ്ടാവും, നല്ലൊരു ഐക്യം ഉണ്ടാവും, ഒബീഡിയൻസ് ഉണ്ടാവും, നല്ലൊരു എന്താ പറയാ നല്ലൊരു അനുസരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ക്വാളിറ്റി ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ PG ക്ലാസ്സിലേക്ക് വരുമല്ലേ, PG ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡ് ഉണ്ട്, ഇങ്ങനെ MT11 കുട്ടികളാണ് എന്നല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെ? ഏത് ബാച്ചാണ്? MT11 ആണ്. നിങ്ങൾ MT11 കുട്ടികൾ തമ്മിലൊരു കെട്ടുറപ്പില്ലേ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഐക്യമില്ലേ? ഇല്ലേ? ഇവിടെ ഇല്ലേ? നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഫ്രണ്ട്ഷിപ്പും ബോൺസും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. അത്രേ ഉള്ളൂ. നമ്മളീ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ചിൽഡ്രൻസ് തമ്മിൽ തന്നെ ഈ ഒരു ഐക്യവും കാര്യങ്ങളൊക്കെ നോർമലി ഡെവലപ്പ് ആകും.
ഇതാണ് മോണ്ടിസോറി എയിം ചെയ്തത്. ഇപ്പൊ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് കെട്ടുറപ്പാണ്. നല്ല കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ നിന്നാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ഓർ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഈ കുട്ടികളിൽ കണ്ടുവരുന്ന ക്വാളിറ്റീസ് ആണ് ഫുൾ ഓഫ് ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ് ഒക്കെ ഇവർ കാണുന്ന നാച്ചുറൽ ആയിട്ട് കാണുന്ന ക്വാളിറ്റീസ് ആണ്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുക, റെസിപ്രോക്കൽ ഹെൽപ്പ്, പരസ്പര സഹായം, മോറൽ ഹെൽപ്പ്, നല്ല ഹാർമണി, നല്ല ഐക്യമൊക്കെ ഈ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഈ ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യോ? വേഗം ഒന്ന് റീഡ് ചെയ്തേ. ഫുള്ളാണോ മാം അതോ ഇപ്പൊ പഠിപ്പിച്ചോ? കേൾക്കുന്നില്ല മാം, മാമിന്റെ മൈക്ക് അൺമ്യൂട്ട്. എടാ കൊഹീഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് മുതൽ നമ്മളിപ്പോ എടുത്ത വരെ ഒന്ന് വായിക്കട്ടാ. റീഡ് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇംഗ്ലീഷ് ടീച്ചറുടെ ടോപ്പിക് എവിടെ വരെ ആയിരുന്നു അറിയാവോ നിങ്ങൾക്ക്? മിസ് ഏത് ചാപ്റ്റർ ആണ് എടുക്കണേന്ന് പറയാമോ? അത് ആ സെവൻത് അല്ലല്ലോ മാം, ആ സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ അത്. ആ യെസ് മാം. കംപ്ലീറ്റ് ആവാറായോ അത്? ഇല്ല മാം, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ വായിച്ചോളൂ കേട്ടോ.
റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മള് ഇനി എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. ആരും എടുത്തിട്ടില്ല ചാപ്റ്റർ? ഇല്ല മാം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ജസ്റ്റ് കമ്പാരിസൺ ആണ്. വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് വരും എന്നൊന്നും വിചാരിക്കേണ്ട. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, നോക്കാട്ടാ. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ്. മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. Instead of educational theory, Montessori adopt a specific approach to observe children. നമ്മൾ മറ്റുള്ള എഡ്യൂക്കേഷൻ തിയറീസ് നൽകി മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തൊരു സ്പെസിഫിക് അപ്രോച്ച് ആണ്. കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്പെസിഫിക് അപ്രോച്ച് ആണ് എന്ത് ചെയ്തത്? മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തത്. അത് അതിലെഴുതിയേക്കുന്ന സയന്റിഫിക് അങ്ങനെ തന്നെയല്ലേ? സയന്റിഫിക് എന്നാണ്. സ്പെസിഫിക് എന്നാ വായിച്ചല്ലേ? സോറിടാ, ഞാനേ അത് ഡിഗ്രി ചെയ്തിട്ട് PDF എടുത്തിട്ടില്ല ഫ്രണ്ടിലേക്ക്. ഓക്കെ, സയന്റിഫിക് അപ്രോച്ച് ടു ഒബ്സർവ് ചിൽഡ്രൻ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ് മോണ്ടിസോറി എന്ത് ചെയ്തത്? എടുത്തത്. ദിസ് മെത്തേഡ് ദിസ് ഈസ് ദ റിസൾട്ട് ഇൻ ഹെർ മെത്തേഡ്. ഇത് മോണ്ടിസോറി മെത്തേഡിൽ കാണാനായിട്ട് നമുക്ക് പറ്റും. which aims to develop the whole personality of by catalyzing the natural growth and development of them through intellectual activities. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് അവർക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽസും കാര്യങ്ങളിലൂടെയുമാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡിലൂടെ കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഡെവലപ്ഡ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്രോത്തും ഡെവലപ്മെന്റും തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി മാറ്റം വരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ആക്ടിവിറ്റീസിലൂടെ അവർക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഡെവലപ്മെന്റും കാര്യങ്ങളും കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇനി മോണ്ടിസോറി മെത്തേഡ് നമുക്കറിയാലേ എങ്ങനെയാണ്? കുറച്ച് വ്യത്യാസമുണ്ട്. സാധാരണ ക്ലാസ്സിലെ ലെക്ചേഴ്സ് അല്ലെങ്കിൽ നോട്ട്സും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ മെറ്റീരിയൽസിലൂടെയാണ് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നിങ്ങൾ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല. ജസ്റ്റ് കുറച്ചെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ കൗണ്ടിങ് പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണയാണെങ്കിൽ 1, 2, 3, 4 കൗണ്ടിങ് ആണ്. എന്താണ് യൂണിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും നമ്മൾ അവരെ കൊണ്ട് പറയുന്നില്ല. പിന്നീടാണ് അവർ ആ യൂണിറ്റ് കൺസെപ്റ്റ് കൗണ്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ യൂണിറ്റ് കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ അറ്റ് എ ടൈം അവർ ആ യൂണിറ്റ് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് കൗണ്ടിങ്ങിലേക്ക് വരുന്നത്. സോ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കുട്ടികളെ കുറച്ചും കൂടി ഒരു ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. ഓരോ കുട്ടികളെയും ആണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? സാധാരണ നോർമൽ സ്കൂളിലാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും അവരുടെ നീഡ്സും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്നത്. നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ് നമുക്ക് നോക്കാം. മോണ്ടിസോറി എഡ്യൂക്കേഷൻ 3 years സ്പാൻ ആണുള്ളത് അല്ലെ? 3 വർഷമാണ്. നമുക്കറിയാലോ അല്ലെ? 3 വർഷമാണ്. ഏതൊക്കെ ഇയർ മുതൽ ഏത് ഇയർ വരെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആവാം? 3 to 6. 3 to 6. എല്ലാവരും ഒരുമിച്ചല്ലേ? ഇവരെല്ലാവരും അൺഗ്രേഡഡ് അല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ സ്കൂളിലാണെങ്കിൽ KG സെഷൻ, PKG, LKG, UKG അങ്ങനെ ഗ്രേഡ് ഉണ്ടല്ലോ. നമ്മളിവിടെ ഗ്രേഡ് ചെയ്യുന്നുണ്ടോ മോണ്ടിസോറി സ്കൂളുകളിൽ? അല്ലെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ അങ്ങനെ ഇല്ല. കാരണം എല്ലാ ഏജിലുള്ള കുട്ടികളും ഒരുമിച്ച് ഗ്രൂപ്പ് ടുഗദർ ആണ്. അപ്പോ മുതിർന്ന കുട്ടികളെ നമ്മൾ പറഞ്ഞു യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു, യങ്ങർ വൺസ് പരസ്പരം സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. മോർ നോർമലൈസ്ഡ് അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ചിൽഡ്രൻസ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ 3 years സ്പാൻ ആണെങ്കിൽ ട്രഡീഷണൽ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോ എല്ലാവരും ഒരു ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും എടുത്ത സെയിം ഏജ് ആയിരിക്കും അല്ലെ? ഇപ്പൊ LKGയിലെ കുട്ടികളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും 4 വയസ്സായിരിക്കും. UKG ആണെങ്കിൽ 5 വയസ്സ്. അങ്ങനെയല്ലേ? എല്ലാവർക്കും സെയിം ഏജ് ആയിരിക്കും. ഇവിടെ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. KG
TKG, LKG, UKG എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മള് മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ ചിൽഡ്രൻസ് ലേൺ ബൈ ഹാൻഡ്ലിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ടീച്ചിങ് ദംസെൽഫ്. കുട്ടികൾ ഓരോ കാര്യങ്ങളും ആ ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിലൂടെ അവർ സ്വയമേയാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും കണ്ടും ടച്ച് ചെയ്തും മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ ടീച്ചേഴ്സ് ലെക്ചേഴ്സ് കൊടുക്കുന്നത്. ഇപ്പൊ ആൽഫബറ്റ്സ് ഒക്കെ എഴുതാണെങ്കിൽ ആദ്യം ടീച്ചർ കൈ പിടിച്ച് നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, ആൽഫബറ്റ്സ് എഴുതിയിരിക്കും. നമ്മളാണെങ്കിലോ മോണ്ടിസോറി എൻവയോൺമെന്റ് ആണെങ്കിൽ കുട്ടികളെ തന്നെ ട്രേസ് ചെയ്യാൻ നമ്മൾ ആ മെറ്റീരിയൽ കൊടുക്കും. ഏത് മെറ്റീരിയലാണ് ട്രേസ് ചെയ്യാൻ കൊടുക്കുന്നത്? ഫസ്റ്റ് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ട്രേസ് ചെയ്യിപ്പിക്കും നമ്മളല്ലേ, കുട്ടീനെ കൊണ്ട് തന്നെ ഫിംഗർ കൊണ്ട് നമ്മൾ ട്രേസ് ചെയ്ത് നോക്കും. ദെൻ നമുക്ക് വേണമെങ്കിൽ സാൻഡ് ഉണ്ടല്ലോ, നല്ല മണല് ഒരു ട്രേയിൽ വെച്ചിട്ട് അവരെ കൊണ്ട് തന്നെ സാൻഡിൽ എന്ത് ചെയ്യിക്കാം, എഴുതിയൊക്കെ നോക്കിക്കാം. അതിനുശേഷമായിരിക്കും നമ്മൾ ഏത് ഓരോ മെറ്റീരിയൽസ്, അടുത്ത മെറ്റീരിയൽ ഏതാണ്, മൂവിങ് ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ സാധാരണ നോർമൽ സ്കൂളുകളിൽ അങ്ങനെയല്ല. ടീച്ചേഴ്സ് അവരുടെ കരിക്കുലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള പഠിപ്പിക്കേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളും അതായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ലെക്ചർ ആയിട്ട് എടുക്കുന്നത്. മോണ്ടിസോറിയിൽ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. മൾട്ടി സെൻസറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിങ്ക് ടവർ അല്ലെ. പിങ്ക് ടവർ യൂസ് ചെയ്ത് നമുക്ക് കളർ പഠിപ്പിക്കാൻ പറ്റും ഇല്ലേ, കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. 1 മുതൽ 10 വരെയുള്ള ക്യൂബ്സ് ആണ്, കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും. ദെൻ ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും, അസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാനായിട്ട് പറ്റും. മൾട്ടി സെൻസറി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമുക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നു, കൺട്രോൾഡ് കളർ കണ്ട് മനസ്സിലാക്കുന്നു, ഒക്കെ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ട്രഡീഷണൽ മെത്തേഡില് മെറ്റീരിയൽസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ കൂടുതലും പ്ലേ മെറ്റീരിയൽസ് ഫോർ നോൺ സ്പെസിഫിക് സ്കിൽസ് ആണ്. പ്ലേ മെറ്റീരിയൽസും കാര്യങ്ങളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. പ്ലേ സ്കൂൾ എന്നല്ലേ പറയാറ്. നമ്മൾ ആ 3 years നമ്മൾ കൊണ്ടുനാക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, പ്ലേ സ്കൂൾ എന്ന് തന്നെ പറയാറ്. അവിടെ കൂടുതലും പ്ലേ മെറ്റീരിയൽസും കാര്യങ്ങളാണ്. അതിന് എന്താണ് ഇമ്പോർട്ടൻസ് നോക്കിയിട്ടൊന്നല്ല അവിടെ എന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനി മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഓരോ മെറ്റീരിയൽസും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ സീക്വൻസ് ഓഫ് സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാണ്. ബീഡ്സ് ആണ് വിചാരിക്കുക. ആദ്യം ബീഡ്സ് നമ്മൾ വേണമെങ്കിൽ കളർ പഠിപ്പിക്കാൻ യൂസ് ചെയ്യാം അല്ലെ. ബീഡ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ കളർ പഠിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കത് കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ട് പറ്റും. ബീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തോ നിങ്ങൾക്ക്? ചെയ്തു. എക്സാമ്പിൾ പറയാലോ. അപ്പൊ ബീഡ്സ് നമുക്ക് ആദ്യം എന്ത് പഠിപ്പിക്കാം, കളർ പഠിപ്പിക്കാം. അത് കഴിഞ്ഞ് കൗണ്ടിങ് പഠിപ്പിക്കാം. ദെൻ അത് യൂസ് ചെയ്ത് തന്നെ അഡീഷൻ പഠിപ്പിച്ചൂടെ? അപ്പൊ ഓരോ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഒറ്റ മെറ്റീരിയൽ ആയിരിക്കും അത് യൂസ് ചെയ്ത് നമ്മൾ അടുത്തടുത്ത് അഡീഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാൻ പറ്റും ഈ ബീഡ്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ ഓരോ സ്റ്റെപ്സിലേക്ക് അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ് മെനി വേ വിത്തൗട്ട് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ സ്കൂളിലെ ബേസിലാണെങ്കിൽ ചാർട്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ട്രഡീഷണൽ എഡ്യൂക്കേഷനിലാണ്. പിന്നെ വരുന്നത് നമ്മൾ എന്തുകൊണ്ട് ചാർട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് നോർമൽ സ്കൂളുകളിലായിരിക്കും അല്ലെ. കൂടുതലായിട്ടും കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് എവിടെയാണ്, നോർമൽ സ്കൂളുകളിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് കമ്പൽസറി ആയിട്ട് ചാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ 6th പോയിന്റ് അല്ലെങ്കിൽ ഞാൻ പറയേണ്ടത് സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് ദ മെറ്റീരിയൽ. നമ്മളുടെ മെറ്റീരിയൽസ് സെൽഫ് എഡ്യൂക്കേഷൻ ആണ്. സ്വയമേ ഓരോ കാര്യം പിങ്ക് ടവർ കുട്ടീനെ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവനത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റും. സെൽഫായിട്ട് അവനത് കണ്ട് പഠിക്കാനൊക്കെ ഉള്ളതുണ്ട്. അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റെയർ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അതേപോലെ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ ബ്രൗൺ സ്റ്റെയർ ചെയ്യുമ്പോൾ ബ്രൗൺ സ്റ്റെയർ എടുത്ത് തന്നോ? ഓക്കെ. ബ്രൗൺ സ്റ്റെയർ പ്രസന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഒരു സ്റ്റെയർ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രോൾ ഓഫ് എറർ യൂസ് ചെയ്തിട്ട് നമുക്ക് തെറ്റ് തിരുത്താനായിട്ട് പറ്റും അല്ലെ.
തെറ്റ് തിരുത്തി നമുക്ക് വീണ്ടും ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ നമ്മള് മോണ്ടിസോറി മെത്തേഡില് റിവാർഡും പണിഷ്മെന്റും കൊടുക്കുന്നുണ്ടോ? റിവാർഡും പണിഷ്മെന്റും കൊടുക്കുന്നില്ല അല്ലെ? പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ റിവാർഡും പണിഷ്മെന്റും ഉണ്ട് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ റിവാർഡൊന്നും ഇല്ലല്ലോ മിസ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ചില സ്കൂളുകളിൽ ക്ലാസ് ടോപ്പറിന് ബാഡ്ജ് ഉണ്ടാവും. ക്ലാസ് ടോപ്പർ ഈ ടേം എക്സാമിന് ടോപ്പർ ആണ്, അപ്പൊ അവർക്ക് ആ ബാഡ്ജ് ഫുൾ ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, പിൻ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ബാഡ്ജും കാര്യങ്ങളും കൊടുക്കും. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അത് റിവാർഡ് ആയിട്ട് തന്നെ വരുന്നത്. അല്ലെങ്കിൽ വേണ്ട, നമ്മള് കുഞ്ഞു കുട്ടികള് സെഷനിലെ കുട്ടികളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാർ ഇട്ട് കൊടുക്കും അല്ലെ? നന്നായിട്ട് എഴുതിയ കുട്ടികൾക്ക് 2 സ്റ്റാർ, കുറച്ച് മോശമായിട്ട് എഴുതിയ കുട്ടികൾക്ക് 1 സ്റ്റാർ, ഒന്നും എഴുതാത്ത കുട്ടികൾക്ക് സ്റ്റാർ ഒന്നുമില്ല. അപ്പൊ തന്നെ അവരൊരു കമ്പാരിസൺ വന്നില്ലേ, കുട്ടികളോട് ടീച്ചറിന്റെ ഒരു കമ്പാരിസൺ. അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ചെയ്യേണ്ട കാര്യമേ ഇല്ല. റിവാർഡും പണിഷ്മെന്റും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. ഇനി 7th പോയിന്റ് ആണ് സെൽഫ് സെന്റേർഡ് ലേണിംഗ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. കുട്ടികളെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കുട്ടിയുടെ ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡ് തന്നെ ഫേമസ് ആവാൻ കാരണം മോണ്ടിസോറിയുടെ ഒരു ഡിസ്കവറി ആണ്. എ വേൾഡ് വിത്തിൻ എ ചൈൽഡ് അല്ലെ? ഒരു ലോകം ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതാണ് മോണ്ടിസോറി ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയത്. അപ്പൊ കുട്ടികളുടെ നീഡ്സും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്നത്. അവന് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, ഇഷ്ടവും കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടിയുടെ ഇഷ്ടമാണ്. അവൻ ഏത് ആക്ടിവിറ്റി ചെയ്യണം, അവൻ ഏത് മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, ഫുൾ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്, കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുട്ടിയാണ് ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് പറയുകയാണെങ്കിൽ ടീച്ചർ സെന്റേർഡ് ആണ്. ടീച്ചർ ഇപ്പൊ മലയാളം പഠിപ്പിക്കണോ, ഇംഗ്ലീഷ് പഠിപ്പിക്കണോ, മാത്സ് പഠിപ്പിക്കണോ എന്നുള്ളത് ആദ്യ തീരുമാനമാണ്, ടീച്ചറിന്റെ തീരുമാനമാണ്. ഒരു ടീച്ചറിന്റെ ഡിസിഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏതില്? ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി ചിൽഡ്രൻ ചൂസ് ദ മെറ്റീരിയൽ, അത് ഞാൻ പറഞ്ഞു കേട്ടോ. പോയിന്റ് ചിൽഡ്രൻ ആണ് മെറ്റീരിയൽസും കാര്യങ്ങളും ചൂസ് ചെയ്യുന്നത്. ആൻഡ് ടീച്ചർ സെറ്റ് ദ കരിക്കുലം. ട്രഡീഷണൽ മെത്തേഡിൽ വരുമ്പോൾ ടീച്ചറാണ് ആ കരിക്കുലം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. എങ്ങനെ പഠിപ്പിക്കണം, ആൽഫബറ്റ്സ് എങ്ങനെ പഠിപ്പിക്കണം, സ്മോൾ ലെറ്റർ എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് ടീച്ചർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ചൈൽഡ് സെറ്റ് ഓൺ പ്ലേസിനാക്കാൻ പറ്റുമോ? ഓക്കെ, പ്ലേസ് കുട്ടിക്ക് എവിടെയാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കുട്ടി സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ ആയിരിക്കും കുട്ടി എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നത്. ഇവിടെ ടീച്ചറാണ് ഓരോ കുട്ടികളും എവിടെ ഇരിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത്. ആരാണ്? ടീച്ചേഴ്സ് ആണ്. കുട്ടികൾ എവിടെ ഇരിക്കണം എന്നുള്ള തീരുമാനം ഫുള്ളി ആരെടുക്കുന്നത്? ടീച്ചേഴ്സ് ആണ്. The child, 1 minute. The child free to discover its own. സ്വയമേ ഓരോ കാര്യങ്ങളും ഡിസ്കവർ ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ടീച്ചർ ഗൈഡ് ദ ചൈൽഡ്. എപ്പോഴും ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ടീച്ചർ എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യുന്ന കുട്ടീനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 11th പോയിട്ട് ചൈൽഡ് കംപ്ലീറ്റ് ഈ സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂ ഇന്ററപ്ഷൻസ്. ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അവൻ സ്വയമേ ആ ചൈൽഡ് എന്ത് ചെയ്യാണ്, ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാണ്. ഞാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഫ്യൂ ഇന്ററപ്ഷൻ കാര്യങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലും തിരുത്തൽ മാത്രമാണ് കുട്ടികൾക്ക് വരുന്നത്. ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഇന്ററപ്ഷനും കാര്യങ്ങളും വരുന്നത്. തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ നോക്കുന്നു, തെറ്റുന്നു, ടീച്ചർ തിരുത്തി കൊടുക്കുന്നു, അടുത്ത് വീണ്ടും കൊടുക്കുന്നു. അങ്ങനെ ടീച്ചറിന്റെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ എവിടെയുണ്ട്? ട്രഡീഷണൽ മെത്തേഡിൽ ഉണ്ട്. ഇനി ടീച്ചറാണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. അവർക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ സ്വയമേ തിരുത്തും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഇപ്പൊ എന്താണ് നോബിൾ സിലിണ്ടേഴ്സ് കാണിച്ചിരുന്നോ മിസ്? അല്ലേ? എന്താണ് നോബിലസ്റ്റ് സിലിണ്ടർ കാണിച്ചായിരുന്നു. നോബിലസ് ആണ്. നോബിൾ സിലിണ്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ തുമ്പത്തൊരു നോബ് ഉണ്ട്, ഒരു ഹോളിലേക്ക് നമ്മളത് പ്ലേസ് ചെയ്യുന്നതാണ്. കാണിച്ചു തന്നിട്ടുണ്ടാവണം. അപ്പൊ ഈ നോബിൾ സിലിണ്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വീണ്ടും വീണ്ടും റിപ്പീറ്റ്ലി നമ്മളത് ചെയ്ത് തിരുത്താണ് ചെയ്യുന്നത്. ഞാൻ നമ്മൾ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് പറയില്ലേ,
ഏതാണ് ഫസ്റ്റ് ഒബ്സർവേഷൻ കോൺസെൻട്രേഷനിൽ പറഞ്ഞു. ഈ നോബിൾഡ് സിലിണ്ടേഴ്സ് റിപ്പീറ്റ്ലി ചെയ്ത് ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളത് ഈ ഒരു മെറ്റീരിയൽ ആണ് അത്. ഏതെങ്കിലും ഒരു സിലിണ്ടർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഒത്തിരി പ്രാവശ്യം ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടി തന്നെയാണ് സ്വയമേ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ചെയ്യുന്നത്. എവിടെ? നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ. പക്ഷേ നോർമൽ എഡ്യൂക്കേഷനിൽ ആരാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? ടീച്ചർ കറക്റ്റ് എറേഴ്സ്, ടീച്ചേഴ്സ് തന്നെയാണ് എറേഴ്സും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നത്. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് പറഞ്ഞത്. 13th പോയിന്റ്, ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ദ ക്ലാസ്. നമ്മുടെ കുട്ടിക്ക് ഫുൾ ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും മൂവ് ചെയ്യാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റ് ഈ വരാന്തകളും അതേപോലെ ഗാർഡൻ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് ഗാർഡനിൽ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ടീച്ചറാണ് ഒരു സീറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഒന്ന് എഴുന്നേക്കണമെങ്കിൽ പോലും ആരുടെ പെർമിഷൻ വേണം? ടീച്ചറിന്റെ പെർമിഷൻ വേണം. ഇവിടെ മോണ്ടിസോറി മെത്തേഡിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓരോ കുട്ടിയുടെയും ലേണിംഗ് ആക്ടിവിറ്റീസും കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഒരുമിച്ചാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്, അല്ലെ? ഒരുമിച്ചാണ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്. ഇനി മോണ്ടിസോറി മെത്തേഡ് എംഫസൈസ് ഓൺ കോൺക്രീറ്റ്. ഒരു കാര്യം പഠിച്ചത് കോൺക്രീറ്റ് ആവാൻ വെച്ചാൽ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മളുടെ എക്സാം ഒക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റേഷനും കാര്യങ്ങളും ചെയ്ത് കുട്ടി പഠിച്ചിട്ടില്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. മേ ബി നമ്മൾ മോണ്ടിസോറി മെത്തേഡ് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ട് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ ആ ട്രഡീഷണൽ മെത്തേഡിൽ അത്രയും അബ്സ്ട്രാക്റ്റ് ആവാൻ ശ്രമിക്കാറില്ല. ദെൻ 17th പോയിന്റ്, സ്പെസിഫിക് പ്ലേസ് ഫോർ മെറ്റീരിയൽ ആൻഡ് സെൻസ് ഓഫ് ഓർഡർ. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസിന് അതിൻ്റെതായ പ്ലേസ്, മോണ്ടിസോറി ക്ലാസ് റൂം ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനത്തെ പ്ലേസോ കാര്യങ്ങളോ മെറ്റീരിയൽസിന് ഉണ്ടാവണമെന്നില്ല. റാൻഡമൈസ് പ്ലേസ്മെന്റ്, നോട്ട് നെസസറി ടു സ്പെസിഫിക് പ്ലേസ്. ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്ലേസ് ഒന്നും അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പിന്നെ റെക്കഗ്നൈസേഷൻ ഓഫ് സെൻസിറ്റീവ് പീരിയഡ്സ് എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ, ഓരോ കുട്ടിയുടെ ഫീലിങ്സിനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓൾ ചിൽഡ്രൻസ് ട്രീറ്റഡ് അലൈക്ക് ആണ് ഇവിടെ ട്രഡീഷണൽ മെത്തേഡിൽ. എല്ലാ കുട്ടികളെയും ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മോണ്ടിസോറി മെത്തേഡിന് കൂടുതലായിട്ട് കോഗ്നിറ്റീവ് ലേണിംഗ്, വിജ്ഞാനപരമായിട്ടുള്ള ലേണിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിലും നമ്മൾ ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കാര്യങ്ങളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എംഫസൈസ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ സൊസൈറ്റിയിലേക്ക് ആക്ട് ആയിട്ടുള്ള വ്യക്തിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ പെരുമാറണം, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. അങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ട്രഡീഷണൽ മെത്തേഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ മോണ്ടിസോറി മെത്തേഡ് കുറച്ചുകൂടി വിജ്ഞാനപരമായിട്ടുള്ള ക്വാളിറ്റീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബൈ ചോയ്സ് ആൻഡ് ഔട്ട് ഓഫ് റിഗാർഡ് ഫോർ അതേഴ്സ്. ഈ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതയാണ് ലവേഴ്സ് ഓഫ് സൈലൻസ്, അല്ലെ? നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികളെല്ലാവരും ആ ലവേഴ്സ് ഓഫ് സൈലൻസ് ആയിരിക്കും, അല്ലെ? ക്വൈറ്റ് ആയിരിക്കും. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരുമ്പോൾ അവിടെ സൈലൻസ് ആരാ പറയുന്നത്? ടീച്ചറാണ്. എല്ലാവരോടും നിശബ്ദമായിട്ടിരിക്കണം, മിണ്ടരുത്, സൈലൻസ് പ്ലീസ്. നിശബ്ദമായിട്ടിരിക്കാത്തവരെ നമ്മൾ വാണിംഗ് ചെയ്യും, അല്ലെ? അപ്പൊ ഇവിടെ എൻഫോഴ്സ് ചെയ്യാണ്, ഈ സൈലൻസ് നമ്മൾ എൻഫോഴ്സ് ചെയ്യാണ്. നെക്സ്റ്റ് ആണ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ഡിസിപ്ലിൻ. മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികൾ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചേഴ്സ് പ്രൊവൈഡ് ഡിസിപ്ലിൻ ആണ്. ടീച്ചേഴ്സ് സ്ട്രിക്ട്ലി ഡിസിപ്ലിൻ ആയിട്ട് കുട്ടികളെ എന്ത് ചെയ്യാണ്, മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇവിടെ 22nd പോയിന്റ്, മോട്ടിവേറ്റ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്. കൂടുതലായിട്ട് സെൽഫ് ഡെവലപ്മെന്റിലൂടെ മോട്ടിവേറ്റ് ആവാണ്. ഒരു കുട്ടി സാൻഡ് പേപ്പറിൽ എഴുതി, അല്ലെ, സാൻഡ് പേപ്പറിൽ ട്രേസ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ചോക്ക് എടുത്ത് ബോർഡിൽ എഴുതുമ്പോൾ അവന് മനസ്സിലായി എനിക്ക് എഴുതാൻ പറ്റി എന്നൊരു ഹാപ്പിനെസ്സിലേക്ക് വന്നു. പക്ഷെ ഇവിടെ ടീച്ചറാണ്, ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്.
എഴുത് മക്കളെ, എഴുത്, ഇങ്ങനെ എഴുത്, ഇങ്ങനെ എഴുതൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാണ് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഇസ് ദ ഒബ്സർവർ ഓർ ഡയറക്ടർ. കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡയറക്ട് ചെയ്യുന്ന വ്യക്തി മാത്രമാണ് ആര്, ടീച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡില് ഫോക്കൽ പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കൽ പോയിന്റ്, പ്രധാനമായിട്ടുള്ളൊരു പാർട്ടാണ് ആര്, ടീച്ചർ. ടീച്ചറാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, ഡോമിനന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ടീച്ചർമാരായിരിക്കുമല്ലോ എപ്പോഴും പഠിക്കുന്നു മാത്രം പറയുന്നത്, അല്ലെങ്കിൽ അമ്മമാരായിരിക്കണം. അപ്പൊ ടീച്ചറാണ് ഈ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഒബ്സർവ് ചെയ്യാം. അവർ സ്വയമേ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കാം. ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അവർ സ്വയം തിരുത്തുന്നുണ്ടോ എന്ന് നോക്കാം. സ്വയം തിരുത്താണെങ്കിൽ അതങ്ങനെ തന്നെ പോട്ടെ, അവർ പഠിക്കട്ടെ. സെൽഫ് എറർ അല്ലെങ്കിൽ എറർ വന്നിട്ട് മിസ്റ്റേക്ക്, കൺട്രോൾ ഓഫ് എറർ അവർക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും നമ്മൾ സഹായം വേണമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റർഫിയർ ചെയ്താൽ മതി. വർക്ക് ഫോർ ജോയ് ഓഫ് വർക്കിംഗ് ആൻഡ് സെൻസ് ഓഫ് ഡിസ്കവറി. മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓരോ വർക്കും ചെയ്യുന്നത് സന്തോഷത്തോടു കൂടിയാണ്. ആ ഒരു ജോയ്ഫുൾനെസ് അവർക്ക് കിട്ടും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബൈനോമിയൽ ക്യൂബ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇല്ല, കാണിച്ചിരുന്നു മാം, പക്ഷെ പ്രൊസീജിയർ ആയിട്ടൊന്നും പറഞ്ഞില്ല അല്ലെ. ബൈനോമിയൽ ക്യൂബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. ആ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഫീൽ ആണ് തോന്നുന്നത്. ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. നമുക്ക് ആ ഒരു സന്തോഷം വരും. ആ സെൻസ് ഓഫ് ഡിസ്കവറി കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൈൻ ചെയ്യും. വർക്ക് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു. നമ്മൾ എന്താ ചെയ്യുന്ന കുട്ടികളോട് പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ട്രഡീഷണൽ മെത്തേഡിലാണെങ്കിൽ ടീച്ചർ എന്താണോ പറയുന്നത് അത് മാത്രമേ നമ്മൾ ചെയ്താൽ മതി. എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. ഓരോരുത്തരെയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ വർക്ക് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. മ്യൂച്വൽ ഹെൽപ്പ്, മോറൽ ഹെൽപ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ കുട്ടികൾ ആരിൽ നിന്നാണ് ഹെൽപ്പ് വാങ്ങിക്കുന്നത്? സീക്ക് ദ ഹെൽപ്പ് ഫ്രം ടീച്ചർ. എപ്പോഴും ടീച്ചറിന്റെ അടുത്ത് നിന്നാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. ടീച്ചറിനെയാണ് ഫുൾ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ് വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ് ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ ഇത് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ പോയിന്റ്സ് റീഡ് ചെയ്യുമ്പോൾ തന്നെ ട്രഡീഷണൽ മെത്തേഡ്സിന്റെ പോയിന്റ്സും കൂടി റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. നിങ്ങളും മറ്റാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. കമ്പയർ ചെയ്തിട്ട് തന്നെ നോക്കാം. 3 years ഓഫ് സ്പാം ആണ് അവിടെ. ഓൾ ആർ സെയിം ഏജ്, 1 ഏജ്. ഒരു എല്ലാ കുട്ടികളും ഓരോ ഏജിലായിരിക്കും പഠിക്കുന്നത്. അവിടെ അൺഗ്രേഡഡ് ആണ്, ഇവിടെ ഗ്രേഡഡ് ആണ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ഓക്കെ, അങ്ങനെ വായിച്ചു നോക്കാൻ പറ്റുമോ? ഇത്തിരി ടൈം എടുക്കും, എനിക്കും ടൈം എടുത്തു. എന്നാലും അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ട്രഡീഷണൽ മെത്തേഡ് വേഴ്സസ് മോണ്ടിസോറി മെത്തേഡ് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാർട്ട് 4 ഒരു ചാപ്റ്റർ എടുക്കുന്നുണ്ട്. സിലബസിന്റെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തിട്ടില്ലല്ലോ മിസ്? ഇല്ല മാം, കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഞാൻ ഡെവലപ്മെന്റ് പ്രൊഫൈൽ നെക്സ്റ്റ് വീക്ക് ഞാൻ എടുക്കാണ്ട് നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് എന്റെ ഒരു ക്ലാസ്സും കൂടി വരും. നമുക്ക് ആ സമയത്ത് ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. ഈ ടോപ്പിക് ഏകദേശം ഒന്ന് റിവിഷൻ കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു മാം. ഇനി മെറ്റീരിയൽ കാണിക്കോ? ഇനി മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ മാം, അപ്പൊ പ്രാക്ടിക്കലിന് വൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഈസി ആവുമോ മാം? ഈസി ആയിരിക്കുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വൈവേ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇനി പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണോ മാം? വേണ്ടത് നിങ്ങൾ ആ ഒരു സെൽഫി ഫോട്ടോ എടുക്കുക. നിങ്ങളുടെ മെറ്റീരിയൽസും കാര്യങ്ങളുള്ള ഒരു സെൽഫി ഫോട്ടോ എടുക്കാം. ദെൻ റെക്കോർഡ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അസൈൻമെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസൈൻമെന്റ് ചെയ്യുക. സർവേ കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വൈവ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
വൈവയ്ക്ക് വേണ്ടി വേറെ എന്തെങ്കിലും പഠിക്കണോന്നാണ് ഞാൻ ചോദിച്ചത് മാം. ഇല്ല വൈവയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ഇപ്പൊ അസൈൻമെന്റിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ വേണം. സർവേനെ കുറിച്ചിട്ട് ഏകദേശ ധാരണ വേണം. പിന്നെ നമ്മുടെ മോൺസോറി മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ധാരണ ആ സമയത്ത് തന്നെയാണല്ലോ പ്രാക്ടിക്സ് മെറ്റീരിയൽസ് ചെയ്തതിനു ശേഷം തന്നെയാണ് വൈവ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ധാരണ ഉണ്ടാവും. മാം, ഇത് ഏകദേശം എത്ര മണിക്ക് തീരും എന്ന് പറയാൻ പറ്റുമോ? മുമ്പേ തീരുവോ അതോ? സാധാരണ ഉച്ചയാകുമ്പോഴേക്കും ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ ചോദിച്ചു, നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം ചോദിച്ചത് അതുകൊണ്ടാണ്. എത്ര കുട്ടികൾ ഉണ്ടെന്ന് വെച്ചാലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഞാൻ നോക്കിയിട്ട് പറയാം. ഗ്രൂപ്പിൽ ചോദിക്കാം മാം. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു മാം.